ചേച്ചി മലയാള സിനിമയിൽ നമിത പ്രമോദ് ഒരു സംഖ്യയായോ? എനിക്ക് മനസ്സിലായി. കുംഭമേളയിൽ പോയിട്ട് അതോടൊപ്പം തന്നെ ആ ചന്ദനമൊക്കെ മുഖത്ത് ചാർത്തി കുറച്ച് സന്യാസികളുടെ അടുത്ത് ഒക്കെ നിൽക്കുന്ന പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താണ് കുട്ടി, കുംഭമേള എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമായിരുന്നു. ബബിത പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടുണ്ടോ? നമ്മൾ പോയില്ല. അല്ല, പോയില്ല, ഞാൻ പോയി. അതൊരു വികാരമായി മാറുമായിരുന്നു. വിശ്വാസത്തിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു ഭയങ്കര വലിയ വിശ്വാസിയും, എനിക്കിങ്ങനെ മതഗ്രന്ഥങ്ങളൊന്നും ബൈഹാർട്ട് ചൊല്ലാനൊന്നും അറിയില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും 144 കൊല്ലത്തിലൊരിക്കൽ വരുന്നതാണ് എൻ്റെ മക്കളുടെ മക്കൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് ആ ഒരു ഭാവത്തിൽ അങ്ങോട്ടേക്ക് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ മാറുകയാണ്. ഇതിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ സംഖ്യയാണോ? ബബിത എനിക്കൊരു മിനിറ്റ് സമയം തരും, ഞാൻ വായിക്കാൻ തന്നെ പോവാണ് അവിടെ വന്ന ആളുകളുടെയൊക്കെ പേര്. ഇവരൊക്കെ സംഖ്യകളാണെന്ന് ഇപ്പൊ തീരുമാനമായല്ലോ. നമിത സംഖ്യയായെങ്കിൽ പറയുന്ന ആൾക്കാർ മുഴുവൻ സംഖ്യയായി കേട്ടോ. ബബിത വായിക്കാൻ പോവാണ്. അക്ഷയ് കുമാർ നമ്പർ 1 സംഖ്യ, കത്രീന കൈഫ് നമ്പർ 2 സംഖ്യ, വിക്കി കൗശൽ, ഓക്കെ, അനുപം ഖേർ, ഹേമ മാലിനി, വിവേക് ഒബ്രായ്, പ്രീതി സിന്ത, രാജ്കുമാർ റാവു, തമന്ന ഭാട്ടിയ, സുനിൽ ഷെട്ടി, ജൂഹി ചൗള, റവീന താണ്ടൻ, ഇഷ ഗുപ്ത, കൊറിയോഗ്രാഫർ റെമോ ഡിസൂസ, മിലൻ സോമൻ, മ്യൂസിക്കൽ ആർട്ടിസ്റ്റ് കൈലാഷ് ഖേർ, ശങ്കർ മഹാദേവർ ഷാൻ, ഗുരു റന്ധ്വ. എല്ലാവരും ഇപ്പോൾ നമിതയുടെ കണക്ക് പ്രകാരം സംഖ്യകളായി. കാരണം അവർ മഹാകുംഭമേളയിൽ പോയി പ്രാർത്ഥിച്ചോ ഇല്ലാതെ നമുക്കറിയില്ല. എന്തായാലും അതല്ലേ ചേച്ചി ഞാൻ ചോദിക്കാൻ കാരണം, ഇത്രയും നാളും മലയാള സിനിമയിൽ ഒരു ഹലാൽ സെറ്റപ്പ് ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു ദഡ്ഗ ഇതിലേക്ക് മാറുന്നുണ്ടോ മലയാള സിനിമ? അതായത് ഞാൻ ഹിന്ദുവാണ്, എൻ്റെ അസ്തിത്വം ഇതുമാണ്, ഞാൻ എൻ്റെ ദൈവത്തിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. മറ്റൊന്ന് വെച്ചാൽ ഈ മലയാള സിനിമയിലുണ്ടായിരുന്ന ഇതുവരെയുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആശയോ അല്ലെങ്കിൽ ഇതൊക്കെ പറയാനൊരു പേടിയായിരുന്നു. അപ്പം അതിൽ നിന്നൊരു മാറ്റം വന്നില്ലേ? ആരാണ്? സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത് ഗുരുവായൂർ വെച്ചല്ലേ? അപ്പൊ അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ടാണല്ലോ ഗുരുവായൂർ വെച്ച് നടത്തിയത്. അദ്ദേഹം മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അല്ലേ ബബിതയുടെ കണക്കില്? അല്ലേ? അതെ. പക്ഷെ എന്നാൽ പോലും ഹലാല് ഒരു താല്പര്യമുള്ളവർക്കാണല്ലോ. പ്രത്യേകിച്ച് ഒരു കൊച്ചി മാഫിയ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണല്ലോ നമ്മൾ മലയാള സിനിമ മലയാള സിനിമ മട്ടാഞ്ചേരി മാഫിയയുടെ കീഴിലാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം അവിടെ നിന്നാണ് പ്രൊഡ്യൂസേഴ്സ് വരുന്നത്, ഡയറക്ടർമാർ വരുന്നത്, അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് വരുന്നത്. പിന്നെ വലിയ ഇപ്പൊ പറയുന്ന മമ്മൂക്ക പോലത്തെ സൂപ്പർ സ്റ്റാർസ് ഇല്ല, മോഹൻലാൽ പോലത്തെ സൂപ്പർ സ്റ്റാർസ് ഇല്ല, എന്നാലും കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ബബിത പറഞ്ഞത് നമിതയുടെ കാര്യമാണ്. ആ കുട്ടി ഭസ്മക്കുറി ഇട്ടിട്ട് പബ്ലിക് മീഡിയയിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറേ സന്യാസിമാരെ കാണാം. ഞാനിവിടെ പോയി, പ്രയാഗിൽ പോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി പറഞ്ഞോട്ടെ. ബബിതയ്ക്ക് വലിയ വിഷമമുണ്ടോ? അല്ല, ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ അതിപ്പോ ഒരു ചർച്ചയായിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന എന്താ അറിയാമോ? ഹിന്ദുക്കളെല്ലാവരും സെക്യുലർ ആണെന്ന് പറഞ്ഞോളണം. വെദർ യു ആർ ഓർ യു ആർ നോട്ട്, വി ഹാവ് ടു സേ സെക്യുലർ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഖ്യയായി, ചാണക സംഖ്യയായി. ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഏത് അമ്പലത്തിലും ഏത് ചർച്ചിലും മോസ്കിൽ ഇപ്പം നമുക്ക് കയറാൻ പോയാൽ പറയുന്ന ഞാൻ പോലും ചാണക സംഖ്യയായി, തള്ളച്ചിയായി. അതിപ്പോഴത്തെ ഒരു ഫാഡാണെന്ന് പറയാം. എല്ലാവർക്കും നമ്മളുടെ മേത്ത്, ഹിന്ദു നാമധാരികളുടെ മേത്ത് ശിവതാണ്ഡവം കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പുതിയ തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കൂടുതൽ, എന്നേക്കാൾ കൂടുതൽ ആർക്ക് സെക്യുലർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ മക്കള്, എൻ്റെ മൂത്ത മകൻ പറയും, അമ്മ ഐ എം സെക്യുലർ, ഐ എം എൻ ഏത്തിസ്റ്റ് എന്ന് പറയും. ആയിക്കോട്ടെ, അത് അവൻ്റെ സൗകര്യം, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഹിന്ദു നാമധാരികളെയും അമ്പലത്തിൽ പോകുന്നതും തെരഞ്ഞെടുത്ത് പിടിച്ച് സംഖ്യയാണെന്ന് പറയാനും ചാപ്പ കുത്തുകയാണ് ചെയ്യുന്നത്. സംഖണി എന്താണ് മോളെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ല. മോള് രാവിലെ ചാണകം കഴിച്ചിട്ട് വന്നുകൊണ്ടാണ് ഫസ്റ്റ് ചന്ദനക്കുറി ഇട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമിത അത് അങ്ങനത്തെ വല്ല ഭക്ഷണവും കഴിച്ചതുകൊണ്ടാണോ ആ കുട്ടി വളരെ ആർജവത്തോടെ ആ ഒരു സന്യാസ ഭാവത്തിൽ, കാവ്യവേഷത്തിലേക്കുള്ള ഡ്രസ്സാണ് ഞാൻ കണ്ടത്. ഒരു ബ്ലാക്ക് ഡ്രസ്സില് അത് അവിടെ നമ്മൾ ചെല്ലുമ്പോ അവര് നമുക്ക് ഒരു ഇതുപോലെ ഉണ്ട്, അവരുടെ ശൂലത്തിന്റെ ഉണ്ട്, അത് ഇതിൽ മുക്കിയിട്ട് കുങ്കുമം അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെ മലയാള സിനിമയിൽ ആരും അങ്ങനെയുള്ള ഒരു പോസ്റ്റർ ഇടുവോ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ആയിട്ട് നിറഞ്ഞു നിൽക്കാനുള്ള ഒരു നമ്മുടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ പേര് കേട്ടാൽ
നമുക്കറിയാം. ഇപ്പൊ ബബിത എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. പത്മജ തീർച്ചയായിട്ടും ഹിന്ദു ആണ്. പിന്നെ എനിക്ക് വാലായിട്ടും മേനോനും കൊണ്ട്, അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇനി മാറ്റാൻ പറ്റൂല. നമ്മളുടെ സാഹചര്യത്തിൽ നമുക്കറിയാം ക്രിസ്ത്യൻസ് ആരാണ്, മുസ്ലിംസ് ആരാണ്, അല്ലെങ്കിൽ എന്താണ് ഹിന്ദുസ് ആരാണെന്നറിയാം. അപ്പൊ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മുസ്ലിമാണ്. സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിന്ദു ആണെന്ന്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഹിന്ദു ആണെന്ന് അറിയാം. വിനായകൻ എന്ന് പറയുമ്പോൾ ഹിന്ദു ആണെന്ന് നമുക്കറിയാം. ഷീല നമുക്കറിയാൻ പറ്റില്ല, അത് ഹിന്ദുക്കൾക്കും ഉണ്ട് ക്രിസ്ത്യൻസിനും ഉണ്ട്. ഇപ്പൊ ബേബി എന്നൊക്കെ ഉള്ള പേരാണെങ്കിൽ മുസ്ലിംസിനും ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പൊ നമ്മളുടെ സാഹചര്യത്തിൽ പേര് മാറ്റിയിട്ട് നമുക്ക് വരാൻ പറ്റുമോ? എന്നോട് കുറച്ച് പേര് പറഞ്ഞു കേട്ടോ, പത്മജ ശ്രീകുമാർ എന്നാക്കണം, അല്ലെങ്കിൽ പത്മജ എസ് എന്നാക്കണം. നമ്മൾ എന്തിന്? ഞാൻ ജനിച്ചപ്പം മുതൽ എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഞാൻ നടക്കുന്നത്. അതിനിപ്പോൾ മാറ്റാൻ പറ്റില്ല. പേരിലാണോ നമ്മുടെ പ്രവൃത്തി കിടക്കുന്നത്? നമുക്ക് എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളികളുടെ തോട്ട് പ്രോസസ്സ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മുടെ കാര്യം തന്നെ നമ്മൾ ഇത്രയും ഉഷാറായിട്ട് ആദ്യത്തെ ടോപ്പിക്കായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താ, ആ കുട്ടി കുംഭമേളയിൽ പോയി, അതൊരു സുഹൃതമല്ലേ? ഇനി സുഹൃതമല്ല, ഒരു ടൂറിസ്റ്റ് മനോഭാവത്തോടെ തന്നെ പോയി. അങ്ങനെയും പോകാൻ കുറേ പേരുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഓരോ ലാമ്പ് പോസ്റ്റിലും നല്ല ഡെക്കറേഷൻസും ലൈറ്റിങ്ങും, കോടിക്കണക്കിന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് പൈസയാണ് അവിടെ എത്തിയത്. അത്രയും നീറ്റായിട്ടാണ് പ്രദേശം വെച്ചത്. അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റീസ് അവിടെ പോയിട്ട് ഒരു സെലിബ്രിറ്റി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ആ ഗംഗയിലേക്ക് കാല് കുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ത്രിവേണി സംഗമത്തിലേക്ക് ആക്കാൻ പറ്റിയില്ല. അത്രയും അറപ്പാണ്, വെറുപ്പാണ്. നമുക്ക് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് വെളിക്കിറങ്ങുന്ന, പുറത്ത് വെളിക്കിറങ്ങുന്ന ആൾക്കാരെന്നൊക്കെ അല്ലേ. ഒരു സാധനം എൻ്റെ നമിത, ഈ കോടിക്കണക്കിന് ആൾക്കാർ വന്നിറങ്ങുന്നു റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിൽ, ബസ്സിൽ, കാറിൽ, ട്രാമിൽ, എല്ലാത്തിലും കിട്ടാവുന്ന എല്ലാ വാഹനങ്ങളിലും വന്നിറങ്ങുന്നു. സൈക്കിൾ റിക്ഷയിൽ, ബൈക്കിൻ്റെ പുറകിലൊക്കെയാണ് ഞാനും ഹസ്ബൻഡും കൂടെ പോയത് അവിടെ ചെന്നതിന് ശേഷം. പക്ഷേ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒരേ മനസ്സോടെ തർപ്പണം ചെയ്തിട്ടും ഈ കൊച്ചു കേരളത്തിൽ വന്നപ്പോൾ മാത്രം ഈ നമിത എന്ന് പറയുന്ന കുട്ടി ഒരു ആക്ട്രസ് ആയതുകൊണ്ട്, ആ കുട്ടി ഇവിടെ ചന്ദനത്തിൽ ശൂലം വരച്ച ആ പടം പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടി സംഖ്യയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. സംഖ്യ പോസ്റ്റിന്റെ താഴെ മുഴുവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ ആദ്യം വായിച്ച ആൾക്കാർ മുഴുവനും സംഖ്യയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി, അതായത് ബോളിവുഡ് എന്ന് പറയുന്നതാണ് ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള നമ്മളുടെ ഇവിടുത്തെ സിനിമ ഫീൽഡ് അല്ലേ. അവിടുത്തെ എത്ര സെലിബ്രിറ്റീസിന്റെ പേര് ഞാൻ വായിച്ചു. അപ്പൊ അവരൊക്കെ സംഖ്യകളായില്ലേ. വെൽക്കം ടു ദ ബാൻഡ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അമ്പലത്തിൽ പോവാണെങ്കിൽ സംഖ്യയായി. അപ്പൊ ഞാനിനൊരു കാര്യം ചെയ്യാൻ പോവാ. എറണാകുളത്ത് അമ്പലത്തിന്റെയോ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങൾ പറയാം, ചോറ്റാനിക്കര അമ്പലത്തിന്റെയോ രഘുരത്തമ്പലം, പൂർണ്ണത്രേശൻ, ബബിത അവിടെ എടുത്തോളൂ ചാർജ്. പൂർണ്ണത്രേശൻ അമ്പലത്തിൽ ഒരു നോട്ട്ബുക്കായിട്ട് ഇരുന്നിട്ട് വരുന്ന ആൾക്കാരുടെയൊക്കെ പേര് നോട്ട് ചെയ്തെടുത്ത് നമുക്ക് എഴുതി വയ്ക്കാൻ. ഇവരൊക്കെ സംഖ്യകളായിരുന്നു. അങ്ങനെ പറയാൻ തുടങ്ങുമായിരുന്നെങ്കിൽ ഈ 140-ൽ 145 സീറ്റും BJP ജയിക്കണ്ടേ അല്ലേ? ഒരു സെലിബ്രിറ്റി പോയത് കൊണ്ട് മാത്രം അവർ സംഖ്യയാണെന്ന് പറയുകയാണെങ്കിൽ ആ മാനസികാവസ്ഥയിലാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത് എങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു ധൈര്യം വന്ന പോലെ തോന്നുന്നില്ലേ? ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് എൻ്റെ വിശ്വാസം എനിക്ക് വലുതാണെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കും. മറ്റത് കുറച്ച് കാലം മുമ്പ് വരെ ഇവർക്കൊരു പേടി, കാരണം റോള് കിട്ടുമോ, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽഡിലുള്ള ഒരു വേറൊരു ജോണറിലായിരുന്നല്ലോ. നമുക്കൊക്കെ അറിയാം ആ ഒരു ജോണറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു. അതുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ റോള് കിട്ടാണ്ടാവോ, അല്ലെങ്കിൽ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്താണ്ടാകുമോ ആ ടീമിൽ, ആ ഒരു പേടി ടോട്ടലി മാറി. മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ് തന്നെയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ടെൻഷനും, എന്തായാലും ഈ ഫീൽഡിലേക്ക് വന്നുപോയി ഇനി അവിടെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആകുക, അതിൻ്റെതായ എല്ലാ ബഹുമതികളും റെക്കഗ്നിഷനും കിട്ടുക, സമൂഹത്തിലൊരു നിലയും വിലയും ഉണ്ടാവുക എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ മാത്രമല്ല, നേരത്തെ ബബിത പറഞ്ഞതുപോലെ ഒരു സെറ്റിനെ നയിക്കുന്നത് ഡയറക്ടറും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നായക നടനും അല്ലെങ്കിൽ സെക്കൻഡ് ലീഡായിട്ടുള്ള നടനൊക്കെയാണ്. സ്ത്രീകൾക്ക് അധികം വലിയ ഇത് വരുന്നില്ല. പക്ഷേ പറഞ്ഞതുപോലെ നമ്മളുടെ പെൺകുട്ടികൾ, ഞാനിപ്പോൾ നമിതയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, പെൺകുട്ടികൾ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കുന്നു. ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും വിശ്വസിക്കണ്ട എന്നും തീരുമാനിക്കാനുള്ള ഒരു ആർജവം വന്നിരിക്കുന്നു. ഞാനൊരു അമ്പലത്തിൽ പോവുകയാണെങ്കിൽ തട്ടത്തിൻ മറയത്തെ പെണ്ണായിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് തല ഉയർത്തിപ്പിടിച്ചു പോവാം. ഞാൻ കാശി വിശ്വനാഥന്റെ മുമ്പിലാണ്, ഞാൻ എന്റെ കാശി വിശ്വനാഥനെ വിശ്വസിക്കുന്നു അല്ലെ എന്ന് പറയാൻ നമിത കാണിച്ച ഒരു ധൈര്യം. അതിന് നമ്മുടെ പിണറായി വിജയന്റെ മകൻ വിവേക ഗുരുവായൂർ അമ്പലത്തില് ഒരു മാസ്ക് ഒന്നും ഇല്ലാണ്ടാ വന്നത്. ചേച്ചി പോകുന്ന പോലെ ഫേസ് മാസ്ക് പോലും വെച്ചിട്ടില്ല. ശരിക്കും തന്നെ നല്ല കസവും മുണ്ടും നേരിതുട്ടാണ് അദ്ദേഹം വന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ടല്ലോ. ശാരദ ടീച്ചർ എല്ലാ സ്ഥലത്തും
എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, വെൽക്കം ടു ദ സംഘി ഫാമിലി. ഇവരൊക്കെ സംഘി ഫാമിലിയിൽ അല്ലേ? അമ്പലത്തിൽ പോയ ഉടനെ സംഖ്യയായി, കുറി വരച്ച ഉടനെ സംഖ്യയായി എങ്കിൽ പിണറായി സഖാവിന്റെ മകൻ ഇപ്പോൾ സംഘത്തിലാണ്. ശാരദ ടീച്ചർ പണ്ടേ മുതലേ, നയനാർ സാറിന്റെ ഭാര്യ സഹധർമ്മിണി സംഖ്യയാണ്. കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പറയേ വേണ്ട, അമ്പലങ്ങൾ കയറാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ ഇടയ്ക്ക് അവരുടെ എന്താണ് UDF കൺവീനർ, LDF കൺവീനർ ഉണ്ടല്ലോ, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അദ്ദേഹം വരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇതായി, അവരുടെ പാർട്ടികൾ മാറി, അവരെല്ലാവരും സംഖ്യകളായി. പിന്നെ എന്തായാലും സുരേഷ് ഗോപി സാറ് മകളുടെ കല്യാണം നടത്തുക വഴി സംഖ്യയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. അതായത് നമ്മുടെ വിശ്വാസം ഒളിച്ചു വെക്കേണ്ടതല്ല, അത് തുറന്നു പറയേണ്ടതാണെന്നാണ്. തീർച്ചയായിട്ടും. എന്തിനാ ഒളിച്ചു വെക്കുന്നത്? നമ്മളൊരു സെക്യുലർ രാജ്യമാണ്. നമ്മൾ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നു, ഹിന്ദുക്കളായി നമ്മൾ ജനിച്ചു, ഹിന്ദുക്കളായി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ആരെയും പോലെ. അത് നമിതയ്ക്കും ഉണ്ട്, ബബിതയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, ഈ ഇരിക്കുന്ന പ്രശാന്തിനുണ്ട്, നമ്മുടെ ക്യാമറാമാനും ഉണ്ട്. അത് ആ കുട്ടി മുഖത്ത് അത് മാച്ചാൽ ചിലവർ ചെയ്യും കേട്ടോ. അമ്പലത്തിൽ വെച്ച് കുറി തൊട്ട് കഴിഞ്ഞ് അമ്പലത്തിന്റെ സ്റ്റെപ്പിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേഗം കുറി മാച്ച് കളയും. പ്രത്യേകിച്ചും ഓഫീസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവര് അതൊന്നും മാച്ച്, നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അലങ്കാരങ്ങളുള്ളൂ അമ്പലത്തില് പോയിന്റ്. പള്ളിയിൽ ഒരൊറ്റ ദിവസം മാത്രമേ ഇങ്ങനെ അവർ ക്രോസ് ഇടുന്നുള്ളൂ അല്ലേ. അപ്പൊ നമിതയ്ക്ക് എല്ലാ മാറ്റത്തിന്റെ കാറ്റ് ബോളിവുഡിലും തുടങ്ങി. ഇനി അതെ, ബോളിവുഡിൽ നിന്ന് മോളിവുഡിലേക്ക് വന്നു. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.